എ എന്ന് പറയുന്ന ഷിപ്പ് നടുക്കടലിലേക്ക് പോകുന്നു. ബി എന്ന് പറയുന്ന ഒരു സീക്രട്ട് ഷിപ്പ് എന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ട്. പെട്ടെന്ന് തന്നെ എ എന്ന് പറയുന്ന ഷിപ്പിൻ്റെ ലൊക്കേഷൻ ID, ട്രാക്കിംഗ് ID, ഓട്ടോമാറ്റിക് ഐഡൻറ്റിഫിക്കേഷൻ സിസ്റ്റം, GPS, ആ രാജ്യത്തിൻ്റെ ഷിപ്പിൻ്റെ പേര്, ഇതിൻ്റെ ഫ്ലാഗ് എല്ലാം പെട്ടെന്ന് മാറുന്നു. ബി എന്ന് പറയുന്ന ഷിപ്പിനെ മീറ്റ് ചെയ്തു. സീക്രട്ടായിട്ട് ഓയിൽ ട്രാൻസ്ഫർ ചെയ്യുന്നു. ഓയിൽ ട്രാൻസ്ഫർ കഴിഞ്ഞ് ഇമ്മീഡിയറ്റ്ലി എ എന്ന് പറയുന്ന ഷിപ്പിൻ്റെ ട്രാക്കിംഗ് IDയും GPSും പിന്നെയും ആക്റ്റീവ് ആവുന്നു. കോസ്റ്റ് ഗാർഡ് പോലത്തെ സെക്യൂരിറ്റി ഏജൻസീസ് ഇത് നോട്ടീസ് ചെയ്യുമ്പോൾ അലേർട്ടിലിടുന്നു. ഇത് വളരെ കോമൺ ആയിട്ട് നടക്കുന്ന ഒരു സംഭവമാണ്. ഇപ്പോൾ പ്രധാനമായിട്ട് ട്രെൻഡ് ചെയ്യുന്ന ഒരു സംഭവം ഇതിനെയാണ്. ബി എന്ന് പറയുന്ന ഷിപ്പ്, സീക്രട്ട് ഷിപ്പിനെയാണ് നമ്മൾ ഷാഡോ ഫ്ലീറ്റ് എന്ന് വിളിക്കുന്നത്. ഈ അടുത്ത് ബോംബെ ഹൈക്കോർട്ടിൻ്റെ പ്രധാനപ്പെട്ട ഒരു വിധി ഉണ്ടായിരുന്നു. ഒരു ഹേബിയസ് കോർപ്പസ് അത് കേട്ടു. ഏകദേശം 50ഓളം സെയിലേഴ്സ് ഇതേപോലെ അലേർട്ടിൽ പിടിക്കപ്പെട്ട സ്ട്രാൻഡഡ് ഷിപ്പിലുണ്ടായിരുന്നു. അതിനകത്ത് അവർക്ക് വേണ്ടത്ര റൈറ്റ്സ് ഇല്ല, അവർക്ക് ഫുഡില്ല, സാലറി ഇല്ല, അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്തുകൊണ്ട് അവരെ അവിടെ നിന്ന് വിട്ടു. അപ്പോൾ ഇത്തരം ഷിപ്പുകൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. ഈ ഷാഡോ ഫ്ലീറ്റിൻ്റെ കാര്യം ഇത് തന്നെയാണ്. അപ്പോൾ എന്തിനാണ് ഷാഡോ ഫ്ലീറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഷാഡോ ഫ്ലീറ്റ് ഒരു തരത്തിലൊരു ഗോസ്റ്റ് ഷിപ്പാണ്. അതിൽ ഈ ഷിപ്പ് പോലും, ഇതിൻ്റെ ഷിപ്പിൻ്റെ കണ്ടീഷൻസ് പോലും വളരെ മോശമായിട്ടുള്ളൊരു ഷിപ്പാണ്. 15-18 വർഷം പഴക്കമുള്ള മോശമായിട്ടുള്ള കണ്ടീഷൻസിലുള്ള ഷിപ്പാണ് ഇവർ ഉപയോഗിക്കുന്നത്. പ്രോപ്പർ സർട്ടിഫിക്കേഷൻ ഇല്ല, ഇൻഷുറൻസ് ഇല്ല, ഒരു ഡോക്യുമെൻറ്റേഷനും ഇല്ല, ഒരു നിയമങ്ങളും പാലിക്കാത്ത ഷിപ്പുകളാണ്. അതുകൊണ്ടാണ് ഇതിനെ ഷാഡോ ഫ്ലീറ്റ് അല്ലെങ്കിൽ ഗോസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഷാഡോ ഫ്ലീറ്റിൽ കൂടുതൽ കാണുന്ന കൺട്രീസ് എന്ന് പറയുന്നത് ഇറാൻ, വെനസ്വേല, റഷ്യയുടെ ഷിപ്പുകളാണ്. കാരണം സാങ്ഷൻസ് ആണ് ഇവിടുത്തെ പ്രധാന പ്രശ്നം. വെസ്റ്റേൺ രാജ്യങ്ങൾ ഈ രാജ്യങ്ങൾക്കെതിരെ എപ്പോഴും സാങ്ഷൻസ് പ്രഖ്യാപിക്കും. സാങ്ഷൻസ് വന്നു കഴിഞ്ഞാൽ ഓബ്വിയസ്ലി ഇവരായിട്ട് ട്രേഡും മറ്റു കാര്യങ്ങളൊന്നും നടക്കില്ല. ഇവരെല്ലാം ഹെവിലി ഓയിൽ സെല്ല് ചെയ്ത് ഡിപ്പെൻഡ് ചെയ്യുന്ന എക്കോണമീസാണ്. സോ സാങ്ഷൻ വന്നാൽ ആരും ഓയിൽ വാങ്ങിക്കുന്നില്ല. പക്ഷേ ഇവരുടെ ഓയിൽ ചീപ്പായിട്ട് ഇവർ കൊടുക്കാൻ തയ്യാറാണ്. അപ്പോൾ നമ്മൾ സ്മഗിൾ ചെയ്യുന്ന പോലെ സീക്രട്ടായിട്ട് രാജ്യങ്ങൾ സാങ്ഷൻസ് പ്രഖ്യാപിച്ച രാജ്യത്തിൻ്റെ അടുത്തുനിന്ന് ഡയറക്റ്റ്ലി നേരിട്ട് ഓയിൽ വാങ്ങിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതേപോലത്തെ ഷാഡോ ഫ്ലീറ്റ് വഴി ഇവരുടെ അടുത്തുനിന്ന് സീക്രട്ടായിട്ട് ഓയിൽ വാങ്ങിക്കുന്ന ഒരു പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത്. ഇത് ഷിപ്പ് ടു ഷിപ്പ് ട്രാൻസ്ഫർ ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലീഗലൊന്നുമല്ല. നോർമലായിട്ടുള്ള ഡോക്യുമെൻറ്റേഷനും കൃത്യമായിട്ടുള്ള ക്വാണ്ടിറ്റി, അളവുകൾ, മെട്രിക്സ് ഒക്കെ വെച്ചിട്ട് ഷിപ്പ് ടു ഷിപ്പ് ട്രാൻസ്ഫർ ചെയ്താൽ നല്ലതാണ്. പക്ഷേ സീക്രട്ടായിട്ട് സാങ്ഷൻ പ്രഖ്യാപിച്ച രാജ്യങ്ങൾ ഇത് ചെയ്യുമ്പോഴാണ് ഏറ്റവും വലിയ പ്രശ്നം. സോ ഇതാണ് ഷാഡോ ഫ്ലീറ്റിൻ്റെ കഥ.